ഹെയർ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ചെയ്യുന്ന കാര്യം മുടി ജട കളയാന്നുള്ളതാണ്. ഞാൻ കണ്ടല്ലോ മുടി ക്ലിപ്പിട്ട് നിങ്ങളിൽ കാണിച്ചതാണ്. അത് മാത്രമല്ല, ഇത് ഓൾറെഡി പല പല പരീക്ഷണങ്ങളിലൂടെ വെട്ടിയിട്ടുള്ള മുടിയാണ്. ജട കളഞ്ഞ മുടി നമ്മൾ താഴേക്ക് കവിഴ്ത്തിയിട്ട് ബാൻഡ് ഇട്ടതിന് ശേഷമാണ് ഹെയർ കട്ട് ചെയ്യുന്നത്. ചിന്നു, മുടി വെട്ടണോ? പടച്ചോനെ നിങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞ് നമ്മൾ ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്തു. സക്സസ്ഫുള്ളി നമ്മൾ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, എന്തായാലും നിറഞ്ഞു. ഇനിയിപ്പോൾ കുളിച്ച് കയറാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ വെട്ടിയ ആ ഒരു മുടിയുടെ തുമ്പ് ജസ്റ്റ് സിക്സാഗ് മെത്തേഡിലൊന്ന് കട്ട് ചെയ്യാണ്. അറിയാമെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ. ആരും പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ വീഡിയോ ഒന്നും കണ്ടിട്ട് വെട്ടരുത്. കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫോൾട്ട് പറ്റി സഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കുന്നത്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ ശരിക്കും. അപ്പോൾ സെക്കൻഡ് ലെയർ നോർമലി നിങ്ങൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെവിയുടെ ഇവിടുന്ന്, അപ്പം ചെവി തുടങ്ങുന്നതിൻ്റെ ഇവിടെ നിന്നാണ് രണ്ട് സൈഡ് ഇത് എടുത്ത് ഫ്രണ്ടിലേക്ക് ഇടുക. നേരത്തെ കാണിച്ചതൊക്കെ തന്നെ ഇവിടെ ഒരു റബ്ബർ ബാൻഡ് ഇടേണ്ട, മുടി പൊട്ടിപ്പോകും ഊരുമ്പോൾ. ഇതുപോലെ എന്തെങ്കിലും ഹെയർ ബാൻഡ് അതിടുക. എവിടം വരെയാണോ നിങ്ങൾക്ക് മുറിക്കേണ്ടത് അവിടെ ഒരു ഹെയർ ബാൻഡ്, നേരത്തെ ക്ലിപ്പാണ് യൂസ് ചെയ്തത്, ഒരു ഹെയർ ബാൻഡും കൂടി ഇടുക, കട്ട് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ സെക്കൻഡ് ലെയർ ചെയ്യുന്നില്ല. തേർഡ് ലെയർ നമ്മൾ ഐബ്രോസിന്റെ ഈ ഒരു പോർഷനിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്ത സാധനം ഇതാണ്. ഒരുപാട് മുടി എടുക്കുന്നില്ല, ഓൾറെഡി എനിക്ക് അവിടെ ഒരു കട്ടിങ് ഉണ്ട്, ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഇപ്പം ഈ ഐബ്രോസിന്റെ അവിടെ നിന്ന് മാത്രം കുറച്ചെടുത്ത് ഫേസ് ഫ്രെയിമിങ് പോലെ ഈ ഒരു ചെവിയുടെ താഴെ വരുന്ന ലെവലാണ് ഞാൻ വെട്ടാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എത്രത്തോളം മുടിയാണോ കട്ട് ചെയ്യേണ്ടത് അത് മാർക്ക് ചെയ്ത് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ചീകിയിടുന്നു. നേരത്തെ കാണിച്ചതുപോലെ തന്നെ മേളിലും താഴെ നമ്മൾ എവിടം വരെയാണോ വെട്ടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വരെയും ഓരോ ബാൻഡ് യൂസ് ചെയ്ത് ഇങ്ങനെ ടൈ ചെയ്ത് വെക്കുന്നു. കണ്ടല്ലോ, അപ്പോൾ ആ ടൈ ചെയ്ത് വെച്ചതിൻ്റെ താഴെയായിട്ടോ മേളായിട്ടോ നമുക്ക് എങ്ങനെയാണോ എത്രയാണോ വേണ്ടത് അവിടെ വെച്ച് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ അവിടെ വരെ ഫേസ് ഫ്രെയിമിങ് പോലെയാണെങ്കിലും ഞാൻ കുറച്ചും കൂടെ ലെങ്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഹെയർ കട്ട് ചെയ്തെടുത്തു. കുഴപ്പമില്ല, എങ്കിലും എനിക്ക് എന്തോ ഒരു തൃപ്തിയാവാത്ത ഫീലായിരുന്നു. മുടി കുറച്ച് വളഞ്ഞിട്ടുണ്ടല്ലേ, മുടിയുടെ തുമ്പും അങ്ങനെ ആയിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ അമ്മക്കെട്ട് കെട്ടി ക്ലിപ്പ് ഇട്ട് വെക്കുന്നുണ്ട്. മുടിയുടെ തുമ്പ് നിങ്ങൾ കണ്ടല്ലോ, പക്ഷെ കുഴപ്പമില്ല. ഒരു മിനിറ്റ്, വീണ്ടും നമുക്കിവിടെ കുറച്ച് വെട്ടാം. ഈ മുടി എങ്ങനെയാണ് വെട്ടേണ്ടത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മൾ വെട്ടിയ മുടി എടുത്തിട്ട് ചരിച്ച് പിടിച്ചിട്ട് നോക്കാം. ഇതുപോലെ തന്നെ ഈ സൈഡിൽ ഇനി എല്ലാ മുടിയും കൂടി എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് മുമ്പോട്ടിടും. ഓക്കെ ഗൈസ്, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ നീളം? ഇത്രയാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ്. മുടി ഞാൻ ഇങ്ങനെയൊക്കെയാണ് വെട്ടി. എത്രത്തോളം നിങ്ങൾക്കിത് കാണാൻ പറ്റും എന്നെനിക്ക് അറിയത്തില്ല. ലെങ്ത് ഞാൻ കുറച്ചും കൂടി കുറയ്ക്കണം എന്നാണ് വിചാരിക്കുന്നത്, പക്ഷെ മമ്മം കിട്ടില്ല വീട്ടിൽ നിന്ന്. ഇതിന് തന്നെ ഇപ്പം റിയാക്ഷൻ വീഡിയോ ഇടണം എന്ന് ആഗ്രഹമുണ്ട്, പറ്റാത്തതുകൊണ്ടാണ്. എന്താണെങ്കിലും ഞാൻ ഈ വെട്ടിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കാം. നെക്സ്റ്റ് വീഡിയോ കാണാൻ